ഹായ്, പേരാപ്പൂര് പൊങ്കാലയാണ്. അപ്പം ഞാൻ പോയി പൊങ്കാല ഇട്ടിട്ട് ഫുഡ് കൊടുത്തു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഫുഡും കൊണ്ട് വന്നതാണ്. അപ്പം ഫുഡ് കൊണ്ടുവന്ന ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് സമയമുള്ള ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് തിരിച്ച് ഞാൻ പൊങ്കാലയ്ക്ക് പോകും നേരിക്കുന്നത്. അവിടെ ആളുണ്ട്. അപ്പോൾ ഈ കുറച്ച് സമയത്ത് വേളയിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അത്യാവശ്യപ്പെട്ട് വന്നൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അമ്മ വയ്യായികയുള്ള അമ്മ ഇവിടെ ഈ പോർഷനിൽ കിടക്കുന്നതും അപ്പം ഞാൻ അമ്മയെ കൺവീൻസ് ചെയ്ത് അമ്മയുടെ റൂമിൽ കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വീഡിയോ. അപ്പം അതിൽ എനിക്കൊരു കള്ളി എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ചിലപ്പോൾ ആരും മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു എന്നെ ഒരു മോശക്കാരിയാക്കിയോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് എന്തും ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ആരൊക്കെയോ എന്നെ ചിത്രീകരിച്ചതായിട്ട് എനിക്കൊരു ഫീൽ വന്നു. അപ്പൊ അതൊന്ന് പെട്ടെന്ന് തിരുത്തണമെന്ന് കരുതി ഞാൻ അമ്പലത്തിൽ നിന്നപ്പോഴാണ് കമന്റുകൾ കണ്ടുകൊണ്ട് പിന്നെ അമ്പലത്തിൽ ഞാൻ പുതിയ ഫോണൊന്നും ഇങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനൊന്നും ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്കൊരു 4-5 കോള് വന്നു. അപ്പൊ കോള് വന്നപ്പോൾ അതിലൊരു ചേച്ചി എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഉമയുടെ അമ്മയ്ക്കുള്ള അതായത് അമ്മയ്ക്കുള്ള കഴിവ് പോലും ഈ വീഡിയോ കാണുന്ന പലർക്കും ചിന്തിക്കാനില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായി ഈ 15-20 മിനിറ്റോളം ഇത്രയും വയ്യായികയുള്ള ഒരാളെ അഭിനയിപ്പിക്കാൻ ഉമയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതിനകത്ത് കമന്റുകൾ കണ്ടു. അപ്പൊ ഇത്രയും ചിന്തിക്കാൻ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആൾക്കാരാണോ നമുക്ക് ചുറ്റും എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു വീഡിയോ ഇടാൻ. ശരിയാണ്, കറക്റ്റാണ്, എല്ലാ പേർക്കും സംശയമാണ്. അപ്പോൾ ഒരു വീഡിയോ അങ്ങ് ഇട്ടാന്ന് കരുതി. തികച്ചും ഇത് നെഗറ്റീവ് റെസ്പോണ്ട് വീഡിയോ അല്ല, ഞാൻ പരിപാടി നിർത്തി. പക്ഷെ ഇത് നിങ്ങളുടെ സംശയം ഞാനൊന്ന് കൺവീൻസ് ചെയ്ത് തരുന്നതാണ്. ആദ്യമേ പറയാം, ഈ വീടിനകത്ത് വീഡിയോ എടുക്കുന്നത് എൻ്റെ കുഞ്ഞോ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ ആണ്. വേറെ ആരും വീഡിയോ എടുക്കാൻ വരാറില്ല. പിന്നെ ഈ അമ്മ അന്ന് അവിടെ കിടന്ന സമയത്ത് അന്നത്തെ വീഡിയോ എടുത്തത് എൻ്റെ കെട്ടിയോൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിനിടയ്ക്ക് എപ്പോഴോ പറഞ്ഞത് മോൻ ഇപ്പൊ വരും എണീക്കെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, ആ വീഡിയോ ഫുള്ള് ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം. അപ്പൊ അത് ഇവിടെ ഞാൻ സ്ഥലം കാണിച്ചതിന് വീഡിയോ എടുത്ത ഭാഗം അതൊരു മുള കവർ ചെയ്ത് നിൽക്കുന്ന ഇടയാണ്. അതിനിടയിൽ കുറെ മുള കാട് പോലെയാണ്. പിന്നെ ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കുറെ വേസ്റ്റുകളും പിന്നെ ഒരു മാവൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എൻ്റെ ചേട്ടൻ ഒളിച്ചു നിൽക്കുന്നത്, ഇരുട്ടത്താണ് നിൽക്കുന്നത്, എൻ്റെ അമ്മ കാണുന്നില്ല. അപ്പോ ഒരിക്കലും അമ്മ മകനെ കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എൻ്റെ മോൻ ക്യാമറ എടുക്കുന്നു എന്ന് അമ്മ അറിയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമ്മയുടെ മൈൻഡ് എന്താണെന്ന് നോക്കണം. അമ്മ അഭിനയിക്കുകയല്ല, അമ്മ റിയൽ ആയിട്ട് ഒരു സ്റ്റേജിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ കാണുന്നവർക്കറിയാം, ഒരു സമയത്ത് ചിരിക്കും, ഒരു സമയത്ത് കരയും, ഒരു സമയത്ത് വയലന്റ് ആവും, ഒരു സമയത്ത് ഇങ്ങനെ ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കും. അങ്ങനെ നിൽക്കുന്ന ഒരാള് ഈ കരയുമ്പോഴും വയലന്റ് ആകുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്റ്റേജ് അല്ല. നിങ്ങളെ എന്തെങ്കിലും കാണിച്ചിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടല്ല എനിക്ക്. ഞാൻ ആദ്യമേ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേ പറഞ്ഞു, എൻ്റെ വീഡിയോ എടുക്കുന്ന എൻ്റെ ചേട്ടനും എൻ്റെ മോനും തന്നെയാണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ശോഭനയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ല, ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, ശോഭന റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നത്. ഞാൻ അഭിനയിക്കുന്നുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം അമ്മയെ പല ഘട്ടങ്ങളും കൊണ്ടുപോകണമെങ്കിൽ ഞാൻ അഭിനയിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മുൻപിൽ നിങ്ങൾ കാണാനായിട്ട് ഞാൻ പലതും അഭിനയിക്കുവാണ്, അല്ലാതെ ജീവിതത്തിൽ അഭിനയിക്കുന്നു എന്നല്ല. നിങ്ങൾ പലതും കാണാനും അറിയാനായിട്ട് ഞാൻ അഭിനയിക്കുന്നു. എന്തുകൊണ്ടാണ് അമ്മയെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതെന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾ അറിയാനാണ് ഞാൻ ഈ അമ്മയെ ഈ ഈ കാഴ്ചപ്പാടിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ദേ കണ്ടോ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അമ്മ അതാ പോവുകയാണ്. ഇങ്ങനെ ശോഭന പോവാറുണ്ടോ? വീഡിയോ എടുക്കുന്ന സമയത്ത് ശോഭന ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മ ഇപ്പൊ ഓക്കെ അല്ല. ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ പോകുന്നത്. ഇപ്പതൊക്കെ വീഡിയോ എടുക്കുന്ന മോനാണ്, ഈ ക്യാമറ വീഡിയോ എടുക്കുന്ന ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അമ്മ കഴിച്ചോണ്ട് എണീറ്റ് പോകണം എന്തെങ്കിലും പറയാൻ നിങ്ങൾ കണ്ടായിരുന്നോ? ഇപ്പോഴും മോനാണ് വീഡിയോ എടുക്കുന്നത്. ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മ അറിയുന്നില്ല. അമ്മ എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നത് വെച്ചാൽ, ഈ സാധനം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോഴാണ് അമ്മ മനസ്സിലാക്കണം, ഓ അവര് ഫോട്ടോ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ അമ്മയ്ക്കിത് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ മൈക്കുണ്ട്. പിന്നെ അതില് വേറൊരു കാര്യം ചോദിച്ചു, സുഖമില്ലാത്ത അമ്മയ്ക്ക് എങ്ങനെ മൈക്ക് വെച്ച് കൊടുത്തു? അമ്മയ്ക്ക് എവിടെയാ മൈക്കുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും മൈക്ക് ഉണ്ടായിരുന്നോ? മൈക്ക് എനിക്കുണ്ടായിരുന്നു, എൻ്റെ കയ്യിലായിരുന്നു. കാര്യം ഞാൻ മൈക്ക് ഇവിടെ വച്ചിട്ടില്ല. ഇത് വെച്ച അമ്മയ്ക്ക് ഒരു പക്ഷേ മനസ്സിലായാലോളൂ ക്യാമറ ഫോട്ടോ എടുക്കുന്നെന്ന് മനസ്സിലായതുകൊണ്ട് എൻ്റെ കയ്യിലായിരുന്നു മൈക്ക്. എനിക്ക് തോന്നുന്നു റൂമിൽ അങ്ങോട്ട് പോയ സമയത്ത് മൈക്ക് വച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മൈക്കിന്റെ കാര്യം, മൈക്ക് അമ്മയ്ക്ക് വെച്ചിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ ഒന്ന് ഞാൻ മറന്നുപോയി. കമന്റുകളിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ മനസ്സിലാക്കണേ.
ഈ ഇങ്ങനെയുള്ള ഒരാളെ ഒരു 20 മിനിറ്റ് മുഴുനീളം നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നവർക്ക് അറിയാം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെ 17, 18, 19, 20 മിനിറ്റ് എടുക്കണമെങ്കിൽ നോർമൽ ഒരു പേഴ്സണ് പോലും എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു 1 അവറെങ്കിലും ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ, 1 അവറല്ല, ഒരു 30-35 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഷോർട്ടാക്കി നമുക്കൊരു 20 മിനിറ്റോളം എത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു നോർമൽ പേഴ്സൺ ആണ്. അതായത് റീഷൂട്ട് എടുത്ത് അഭിനയിച്ചത് ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ ഞാൻ അഭിനയിപ്പിക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ കിടക്കുന്നതിന്റെ തലയിൽ എനിക്ക് തോന്നുന്നു തലക്കിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല സമയം എത്രയെന്ന്. അതിന്റെ ലാസ്റ്റ് സമയം എത്രയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ക്ലോക്ക് നോക്കിയോ? ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയല്ലേ. ആ ക്ലോക്ക് നിങ്ങൾക്ക് കാണാമെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, കാണാമെങ്കിൽ ആ ക്ലോക്കിൽ നിങ്ങൾക്കറിയാം വീഡിയോ തുടങ്ങിയ സമയം, വീഡിയോ എൻഡ് ചെയ്യുന്ന സമയം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത്രയും, നിങ്ങൾ കാണുന്ന ഇത്രയും ആൾക്കാർ എന്തിനാ ഇത്രയും വിവരമില്ലാതെ സ്വയം താഴ്ന്നു പോകുന്നത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഒരു സുഖമില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവൾക്ക് ചിത്രീകരിപ്പിക്കാൻ ഇവൾക്ക് മാഡാണോ, ഭ്രാന്താണോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ലാണ്ടായി പോയോ? ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ആ പാവം അമ്മയെ വെച്ച് ഇനി വീഡിയോ എടുക്കാൻ പാടുണ്ടോ? പാവം അമ്മയെ വെച്ച് ഇനി വീഡിയോ എടുക്കാറുണ്ട്. ഇനിയും എടുക്കും, ഇനിയും എടുക്കുന്ന പറഞ്ഞാൽ ഇനിയും വീഡിയോ, ഇനി അമ്മ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അമ്മ ഞാൻ അഭിനയിപ്പിച്ച് വരെ വീഡിയോ എടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ്. കാര്യം ആ അമ്മയെ വെച്ച് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഹരമാണ് വീണ്ടും വീഡിയോ എടുക്കാൻ. സ്വന്തം അമ്മയും അമ്മായിയമ്മയും നോക്കാൻ കഴിവില്ലാത്തവര് എന്റെ ക്യാമറ കണ്ണുകളുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തും. അതെനിക്കറിയാം, നിങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. ശോഭന അതിൽ പതിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ശരിയല്ല, അങ്ങനത്തെ സ്റ്റേജിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ശരിയായി വരുമ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിലുള്ള വീഡിയോ എടുക്കും. ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം എന്തെന്നറിയോ? ഞാൻ കൊട്ടാരക്കര പോയിട്ട് വന്നപ്പോൾ അമ്മ നോർമൽ അല്ലാന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് മനസ്സിലാവണില്ല എന്താണ് നോർമൽ അല്ലാത്തത് എന്നുള്ളത്. അപ്പം എന്താണെന്ന് കാണിക്കാനായിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇങ്ങനെയാണ് കൊട്ടാരക്കര പോയി വന്നതിന് ശേഷം അമ്മയുടെ സ്റ്റേജ് എന്ന് കാണിക്കാനായിരുന്നു ഇട്ടത്. എന്നാൽ ഇതിനിടയ്ക്ക് ഹാപ്പി ആവുന്ന മൊമെന്റും ഉണ്ടായിരുന്നു, നല്ല മൂഡ് വരുന്ന സമയമുണ്ട്. പക്ഷെ നമ്മളോട് സംസാരം കുറവായിരിക്കും, നമ്മൾ അടുത്ത് വരുന്ന കുറവായിരിക്കും, അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് പേര് പറയുന്നുണ്ട് സോഡിയത്തിന്റെ അളവ് നോക്ക്, സോഡിയം കുറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോഡിയം ഒന്നും അല്ല. നമ്മൾ ആദ്യം അതായത് ഞാൻ വന്ന സമയത്ത്, എന്നെ കെട്ടിക്കൊണ്ട് വന്ന ആ സമയത്ത് ഇതുപോലെ അമ്മയുടെ മാറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. ആശുപത്രി വരത്തുകൂടിയില്ല. കൊണ്ടുപോയി ഇതുപോലെയുള്ള ചെക്കപ്പ് നോക്കും, എല്ലാം നോർമലാണ്. പിന്നെ അമ്മയുടെ മരുന്ന് വാങ്ങാനായിട്ട് ആശുപത്രിയിൽ പോയി അവിടെ ഉള്ളവരുടെ വായിൽ നിന്നൊക്കെ കേട്ടും, പിന്നെ ചേട്ടന്റെ അറിവിൽ നിന്നും, പിന്നെ അരിക്കാരുടെയൊക്കെ വായിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇത് ഒന്നിന്റെയും കുറവ് കൊണ്ടോ കൂടുതൽ കൊണ്ടോ വരുന്നതല്ല. ഒരു സമയത്ത് അമ്മയ്ക്ക് തോന്നും അമ്മ അങ്ങ് ബിഹേവ് ചെയ്യും, ഒരു സമയത്ത് അങ്ങ് വന്നു പോകും എന്നെനിക്ക് മനസ്സിലായി. ഇതിപ്പോ സംഭവിച്ചേക്കുന്നത് ഒന്നിന്റെയും കുറവോ കൂടുതലോ കൊണ്ടല്ല. അമ്മ കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോയപ്പോ അമ്മ ജീവിതത്തിൽ ആദ്യമായി ഇത്രയും ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് അമ്മയോട് വന്ന് സംസാരിച്ച്, മനുഷ്യന് ഇങ്ങനെയും സംസാരിക്കാൻ അറിയാം, മനുഷ്യർ ഇങ്ങനെയും ബിഹേവ് ചെയ്യും എന്ന് അമ്മ മനസ്സിലാക്കി അമ്മക്കിന്റെ കൈവിട്ടു പോയതാ. അപ്പൊ ഇത് സമയം എടുക്കും, കുറച്ചു കാര്യം അത് മറക്കണം. അമ്മ കൊട്ടാരക്കര മറന്ന് വന്നാൽ മാത്രമേ അമ്മ ഈ ബിഹേവ് മാറുള്ളൂ. അന്ന് വീട് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ? നമ്മൾ വീട് ക്ലീൻ ചെയ്ത സമയത്ത് ഇതുപോലെയായിരുന്നു, അമ്മ തറയിൽ കിടക്കലും ഒരു ബഹളമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമുക്കിത് പുത്തരിയല്ല, നമുക്കിത് കണ്ടിന്യൂസ് ഉള്ളത് തന്നെയാണ്. നിങ്ങൾ കാണുന്ന കാഴ്ചക്കാരാണ് പുതിയ ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ സത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയില്ല. കാര്യം എന്നെ അറിയുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവിന് കുറെ കാലം കൊണ്ട് ഞാൻ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. അതിന് വേറൊരു ഉദാഹരണം കൂടെയുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ശോഭനാമ്മയെ വൃത്തിയോടും മെനയോടും കൂടി ആൾക്കാർ കാണുന്നുണ്ട്. പണ്ട് കണ്ട രീതിയിൽ അമ്മയെ കാണാൻ ഇപ്പൊ ആൾക്കാർക്കും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് 1-2 എൻ്റെ ഒരു പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ കാണേണ്ടി വന്ന ആൾക്കാർ, അതായത് അമ്മയുടെ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ എനിക്ക് എൻ്റെ ഉള്ളിൽ തട്ടി, ഞാൻ പേരാപൂർ അമ്മയുടെ പൊങ്കാലിട്ടിട്ട് വന്നിട്ട് പറയണം, എൻ്റെ ഉള്ളിൽ തട്ടി ഞാൻ പറയാം, എൻ്റെ നെഞ്ചിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, എനിക്കാണ് ഇവരെ കിട്ടിയിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഈ എൻ്റെ അമ്മായി, അതായത് എൻ്റെ ശോഭന അമ്മ എന്ത് സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തത് അവരെ കണ്ടപ്പോഴാണ്. കാരണം ആ വ്യത്യാസം, അവര് ജീവിക്കുന്ന സാഹചര്യം, അമ്മ ജീവിക്കുന്ന സാഹചര്യം, അമ്മ ഫ്രീ ബേർഡാണ്. അമ്മ എവിടെ വേണോ അമ്മയ്ക്ക് പോവാം, എവിടെ വേണം എന്ത് വേണം ആവാം. പിന്നെ ഞാൻ ഗേറ്റ് ഇപ്പോൾ പൂട്ടിയിടുന്നത് അത് അമ്മയുടെ ജീവന് ആപത്താവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. 2 തവണ ആക്സിഡന്റ് പറ്റിയത് കൊണ്ടും, പിന്നെ ഒരു തവണ അമ്മ പോയിട്ട് തിരികെ വരാൻ പറ്റാതെ ഒരിടത്ത് പെട്ടുപോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗേറ്റ് പൂട്ടിയിടുന്നത്. ഇല്ലെങ്കിൽ അതും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഓരോ സാഹചര്യത്തിലും ഞാനിപ്പോൾ കാണേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. ഞാൻ കണ്ടു, ഞാൻ കരഞ്ഞുകൊണ്ടാണ് 2-3 ഞാൻ വരേണ്ടി വന്നത്. അപ്പോ ശോഭനാമ്മ ഇപ്പോ കമ്പയർലി എന്ത് ഭേദത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവരെ വെച്ച് എന്നൊക്കെ പറയുന്നതിലുപരി നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരാളുടെ നന്മ കാണാൻ മാത്രമാണ് സമയം എടുക്കുന്നത്.
നിങ്ങൾ എന്റെ നന്മ കാണണമെന്ന് എനിക്കൊരു ഒരു ഇതുമില്ല. നിങ്ങൾ ആ വ്യത്യാസം കണ്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം കുറെ പേര് ചോദിച്ചു, ഈ അമ്മയെ നിർത്തിക്കൊണ്ട് ഞാൻ ഈ അമ്മയെ കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പലരും ചോദിച്ചു. ഇല്ല, ശ്രദ്ധിക്കാറില്ല. അതൊരു വേറൊരു മൈൻഡാണ്. കാര്യം ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും ഞാൻ പറയുന്നതല്ല ശ്രദ്ധിക്കുന്നത്, എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നോക്കുന്നത് എൻ്റെ നിറമായിരിക്കാം, എൻ്റെ മുടിയായിരിക്കാം, എൻ്റെ വസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാന്തോ തിന്നാൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 8-10 വർഷത്തിൽ കൂടുതലായി, 10-12 വർഷമായി. അപ്പോൾ എനിക്ക് ഒരാളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അമ്മയെ കൂടുതൽ ഇപ്പം വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത് അമ്മ വയ്യാതെ നിൽക്കുന്നതുകൊണ്ടാണ്. അതെനിക്ക് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കാണിക്കണില്ല. ആള് വൃത്തിയില്ലാതെയും അമ്മ നിൽക്കുന്ന ആ ഒരു വേറെ രീതിയാണ്. അത് എനിക്ക് നിങ്ങളിൽ കാണിക്കാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ഒരു ശോഭനയല്ല നിങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അമ്മ ഇപ്പോൾ ചിലപ്പോൾ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ കീറിയ വസ്ത്രമായിരിക്കാം, ഒരു ദിവസം തന്നെ ഇട്ട വസ്ത്രം കുളിച്ചിട്ട് വീണ്ടും എടുത്തിടുമായിരിക്കാം. കാര്യം എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല, 2 ദിവസമായിട്ട് ഞാൻ ഇച്ചിരി തിരക്കിലാണ്. അപ്പം അമ്മ ഇന്നലെ ഇട്ട തുണി തന്നെ ഞാൻ കുളിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ആ തുണി തന്നെ പോയി എടുത്തിട്ടു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അത് ഇടരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇട്ടു. അപ്പം ഞാൻ നോക്കിയപ്പം വേണ്ട, മൈൻഡ് ശരിയല്ല, ഞാൻ ഈ വാശി നിർബന്ധവും കാണിച്ചുകൊണ്ടിരുന്നാലും അവിടെ വഴക്ക് നടക്കും, നമ്മുടെ സമാധാനം പോവും എന്നാണ് വെറുതെ. ഇപ്പം എത്രയെന്നൊക്കെ പറഞ്ഞാലും ചേട്ടന് അമ്മ കിടന്ന് അലക്കിയ വഴക്കൊക്കെ പറഞ്ഞ ചേട്ടൻ ഭയങ്കര മനോവിഷമമാണ്. ചേട്ടൻ അതെപ്പോഴും പറയും, നമുക്ക് സമാധാനം നിലനിൽക്കണമെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അങ്ങ് വിടുക, നീ ചെയ്തോ, കുളിപ്പിച്ചോ തുണി കഴുകി എന്തോ ചെയ്തോ, പക്ഷെ അമ്മയുടെ സ്റ്റാൻഡിന് വിട്ടിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം കിടന്ന് ചവിട്ടി പിടിക്കാറില്ല. വയ്യാത്തപ്പോഴല്ലേ, നോർമൽ ആകുമ്പോൾ ഓക്കെ ആവുന്നുണ്ടല്ലോ എന്നൊരു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതില് ആരോ ചോദിച്ചു മോനെ പേടിയുണ്ടോ, അല്ലെങ്കിൽ മോനെ ഭയപ്പെടുത്താൻ, അതായത് അമ്മയെ ഭയപ്പെടുത്താൻ മോന്റെ പേര് പറഞ്ഞു. അതിനൊരു കാരണം പറയാം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന് ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക്. ശോഭനയുടെ ചരിത്രം നിങ്ങൾ കാണുന്ന ശോഭന അല്ല ഈ ക്യാമറയുടെ നിങ്ങൾ കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് ഒരാളെ കാണുകയാണ്, നിങ്ങൾക്ക് ആളെക്കുറിച്ച് ബ്രീഫ് അറിയത്തില്ല. നാട്ടുകാർ ഈ പറയുന്നതൊക്കെ കള്ളമാണ് കേട്ടോ, ശോഭന നല്ല കുട്ടിയാണ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇത്രയൊക്കെ അമ്മ മാറ്റി ഞാൻ എടുത്തിട്ട് ഇന്ന് ഞാൻ പൊങ്കാല സ്ഥലത്തുനിന്ന് ഞാൻ കേട്ട വാക്കാണ്, ഇപ്പോഴും നീ ശോഭനയെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഓടി ഈ വീഡിയോ ഒക്കെ ഇടുന്നതെന്നാണ്, പാവമായിട്ട് ചിത്രീകരിക്കുന്നതെന്ന്. ഞാൻ എന്ന് പൊങ്കാല സ്ഥലത്ത് നിന്ന് കേട്ട ചോദ്യം. കാര്യം അത് ഒരാളല്ല ഒരുപാട് പേര് കൂടി നിന്നപ്പോൾ ചോദിച്ച ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് അമ്മ അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ, അതെന്റെ ഭർത്താവിന്റെ അമ്മയാണ്, എന്റെ അമ്മയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് എന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ചു, ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരും കാണുന്ന ആളല്ല ശോഭന എന്ന് പറയുന്നത്. ശോഭനയ്ക്ക് വേറൊരു രൂപം ഉണ്ടായിരുന്നു, ഭാവം ഉണ്ടായിരുന്നു. അത് അസുഖത്തിന്റെ അല്ല, നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ആയിരുന്നു ശോഭനയുടെ ആ ഭാവം. ഇന്ന് ഇങ്ങനെ വയ്യായിക വന്നപ്പോൾ ഇങ്ങനെ ഒതുങ്ങിപ്പോയതാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അമ്മയെ കാണിക്കുന്നത് എൻ്റെ അരികിൽ നിന്നിട്ട് പോലും പ്രതികരിക്കാതെ നിൽക്കുന്ന അമ്മയാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാണ്ട് അമ്മയെ കാണിച്ച് ഫോക്കസ് ചെയ്യുന്നതല്ല. ഈ കാണുന്ന ശോഭനാണോ നിങ്ങൾ വീഡിയോ പിടിക്കുമ്പോൾ കാണുന്നത്? അല്ലല്ല, വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം സുധീഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ശോഭനയുടെ മകൻ എന്ന് പറയുന്ന വ്യക്തി ഇച്ചിരി ഭയപ്പെടുത്തി തന്നെയാണ് ശോഭന കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം എന്നാൽ മാത്രമേ നമുക്കും ഈ കാണുന്ന ചുറ്റുമുള്ളവർക്കും, കാരണം ചേട്ടൻ അങ്ങനെ ആ സ്റ്റാൻഡിൽ നിന്നാൽ മാത്രമേ നമുക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഹാപ്പി ആയിട്ട് ഇതിനകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ, സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അമ്മയെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുള്ളൂ, അമ്മയോടൊപ്പം സന്തോഷത്തോടെ നമുക്ക് ഇതിനകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അമ്മയെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ മാറേണ്ടി വരും. അപ്പൊ ആ 2 കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ അത് അങ്ങനെ ആവാതിരിക്കാനാണ് ചേട്ടൻ ഇച്ചിരി ദേഷ്യത്തിലും ഞാൻ ഇത്തിരി സ്നേഹത്തിലും അമ്മയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടൻ വരും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പേടി തന്നെയാണ്, സ്വാഭാവികമാണ്. അപ്പൊ അമ്മ ഇച്ചിരി മാറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ വരും എന്ന് പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത്. ആക്ച്വലി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ കാണുന്നില്ല. അമ്മയുടെ ആ ഉപബോധ മനസ്സിൽ മകൻ ഇവിടെ ഇല്ല, മകൻ വേറെ എവിടെ പോയിരിക്കുന്നു, അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അമ്മ അങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. അമ്മയുടെ മുന്നേ നിൽക്കുന്ന ആളെ മാത്രമേ അമ്മ കാണുള്ളൂ, അപ്പുറവും ഇപ്പുറവും സൈഡിലും നിൽക്കുന്ന ആളെ നമ്മ കാണില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്രയും 20 എനിക്കൊന്ന് കുറെ സമയമായി തോന്നുന്നു, ഞാൻ തിരിച്ച് പൊങ്കാല നേരിക്കാറായി പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഒരു സംശയം എനിക്ക് കൺവിൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ മുന്നേ എന്തും ചിത്രീകരിച്ച് വീഡിയോ റീച്ചിന് വേണ്ടി വൈറലാക്കാനായിട്ട് എന്തെങ്കിലും കാണിക്കുന്ന വ്യക്തിയല്ല. റിയൽ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ ഞങ്ങളെ ഉൾക്കൊള്ളുക, അല്ലാത്തവർ വേണ്ട, കാണണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടോ, കാണും, എല്ലാവരും കാണും, ഈ കുറ്റം പറയുന്നവരൊക്കെ കാണും, നിങ്ങൾ കണ്ടോ, പക്ഷെ മോശം പറയാതിരിക്കുക. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് വേദനിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും തിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വീഡിയോ ഇട്ടത്. അപ്പം ഉറപ്പായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അമ്മ കഴിച്ചല്ല, ഞാനിപ്പ വരാമേ. പൊങ്കാല നേദിച്ചില്ല കേട്ടാ, നേദിച്ചിട്ട് ഇപ്പൊ വരാം. വന്നേ.
ഇവിടെയാണ് നിങ്ങൾ കണ്ട അമ്മ കിടന്നത്. ഒന്ന് മിണ്ടായിരിക്കടോ, ഞാനാണോ സാരി ഉടുത്തതാടോ? ഇതേ കണ്ടോ, നിങ്ങളുടെ ഉടമസ്ഥ സാരി, ഇത്രയേ ഉള്ളൂ. വാ, ഇതാ ഇവിടെയാണ് അമ്മ കിടന്നത്. അങ്ങനെ അവിടെ കിടന്ന അമ്മ ഇവിടെ നിന്ന് ചേട്ടൻ വീഡിയോ എടുത്ത് എങ്ങനെ കാണാൻ പോണേ? ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് എങ്ങനെ കാണാൻ പോണേ? ഇതൊന്നും നിങ്ങളെന്ന് എനിക്ക് കൺവിൻസ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. അതിന്റെ പുറകെ നിന്ന് കാണാൻ പോണേ എങ്ങനെ? കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ വിശ്വസിക്കുന്നവര് ചിലപ്പോൾ ഈ കമന്റ് കാണുമ്പോൾ സംശയിക്കാൻ സാധ്യതയുള്ളൂ. ആ, അതും ശരിയാണല്ലോ, അതെങ്ങനെ അവൾ വീഡിയോ എടുത്തേ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. അങ്ങനെ വരരുതെന്ന് കരുതി നിങ്ങൾ സംശയിച്ചോ, വരരുതെന്നല്ല. എന്റെ ആഗ്രഹം നിങ്ങൾ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുതെന്നാണ്. ഇപ്പൊ ശോഭന അഭിനയിച്ചിട്ടില്ല, ഉമ അഭിനയിച്ചു. കാരണം ഉമ ക്യാമറ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാറുണ്ട്. റിയൽ ലൈഫിലല്ല, ക്യാമറ ലൈഫിൽ മാത്രം. അമ്മ അഭിനയിക്കാൻ പറ്റില്ല. കാരണം തൊട്ടു മുന്നേ മോൻ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് അമ്മ മോൻ വരുമെന്ന് പറയുമ്പോൾ അമ്മ ചാടി എണീക്കേണ്ടതാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് അഭിനയിക്കാൻ പറ്റില്ല. എന്തായാലും ഞാനിനി പറഞ്ഞ് കൂടുതൽ ചളാക്കണില്ല. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക. വീഡിയോകൾ തുടരെ കാണണം. എന്റെ വീഡിയോ കണ്ട് ആർക്കെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ അത് എനിക്ക് നല്ലൊരു പ്രചോദനം തന്നെയാണ്. വീഡിയോ കാണുക. ദയവ് കരുതി ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇട്ട് ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക.